സ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യ സ്നേഹത്താ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. നിത്യരക്ഷയാ എന്നെ രക്ഷിച്ചു, നിത്യരക്ഷയാ എന്നെ രക്ഷിച്ചു. ഏകരക്ഷകൻ യേശുവിനാം, ലോകരക്ഷകൻ യേശുവിനാം. നിൻഹീനം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ, നിൻഹീനം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ എന്നെ നൽകുന്നു പൂർണ്ണമായി. മോദമോടിത പൂർണ്ണമായി. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. താങ്ക് യു ഫോർ യു ആർ ഹിയർ. ഇന്ന് അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുന്നു. കാലം അങ്ങ് ഇവിടെ ഉണ്ടല്ലോ. അങ്ങുള്ള പകൽ ഞങ്ങൾ കർത്താവെ അങ്ങിലൊന്ന് ആരാധിച്ച് ആനന്ദിച്ച് ഞങ്ങൾ സന്തോഷമായി ബലം പ്രാപിച്ച് ഇവിടുന്ന് കടന്നു പോകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കാലം കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ആരാധന, ഞങ്ങളുടെ സ്തോത്രമെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് പകൽക്കാലം കേൾക്കണമേ. ഇന്ന് പകൽക്കാലം സ്തോത്രം വായി തുറന്ന് സ്തോത്രം സംസാരിക്കാൻ
പറ്റാത്ത ചില പ്രാർത്ഥന വിഷയങ്ങളുമായിട്ട് ഭാരങ്ങളുമായിട്ട് കടന്നു വന്ന ജനങ്ങളുണ്ടെങ്കിൽ അവിടെ ഹൃദയത്തിൻ്റെ കർത്താവേ സ്തോത്രം ഏങ്കലപ്പ് അറിഞ്ഞ് അവിടെ വേദന അറിഞ്ഞ് ഇത് കാലം സ്തോത്രം ആമേൻ ഈ ആരാധന കഴിയും മുമ്പ് ഇവരിവിടുന്ന് കടന്നു പോകുന്ന മുമ്പ് ആമേൻ കർത്താവേ അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഭാരങ്ങൾ മാറട്ടെ കർത്താവേ, മനപ്രയാസങ്ങൾ മാറട്ടെ കർത്താവേ, ഹൃദയത്തിൻ്റെ അകത്തുള്ള വേദനകൾ മാറട്ടെ കർത്താവേ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ. ഇന്ന് കാലം ഞങ്ങൾ പ്രതീക്ഷയോടെ അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വന്നിരിക്കുന്നു. ആമേൻ കർത്താവേ സ്തോത്രം. ഞങ്ങളുടെ ഓരോ വിഷയങ്ങളും അങ്ങ് ഏറ്റെടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നുപ്പാ. പ്രത്യേകിച്ച് കർത്താവേ സ്തോത്രം വചനം കർത്താവിൻ്റെ ആയിരിക്കാൽ വചനം അങ്ങ് തന്നെ സംസാരിക്കണമേ. എല്ലാ ജനങ്ങൾക്കും വേണ്ടിയ അതായ സ്തോത്രം ലെവലിൽ കർത്താവേ ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ മനുഷ്യ ശബ്ദമല്ല ആമേൻ സ്തോത്രം അന്ന് പുരുഷാരോടത്തോട് സംസാരിച്ച മരുഭൂമിയിൽ സംസാരിച്ച ജനങ്ങളെ വാർത്തെടുത്ത അതേ ശബ്ദം ഇന്ന് കാലം ഞങ്ങൾ കേൾക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ ഇന്ന് കാലം സ്തോത്രം അത്ഭുതമായി കർത്താവേ സ്തോത്രം വചനമായി മാറട്ടെ. ആമേൻ രോഗസൗഖ്യമായി മാറട്ടെ. ആമേൻ കർത്താവേ യഹോവ ഈരയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കാലം വചനത്തിന്റെ ശക്തിയോട് ഞങ്ങൾക്ക് തെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് എതിർക്കുന്ന സകല അന്ധകാര കെട്ടുകൾ മേൽ നശന യേശുവിന്റെ നാമത്തിൽ ഇന്ന് കാലം ഞങ്ങൾ ജയമെടുക്കുകയാണ്. We give you glory for what you're going to do. ഇന്ന് കർത്താവേ സ്തോത്രം സമൃദ്ധിയുടെ വചനം തരണമേ, വെളിപ്പാടിൻ്റെ വചനം തരണമേ. കാലം സ്തോത്രം ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറുന്നൊരു വചനം തരണമേ. വാക്കുകൾ അങ്ങ് തരണം. തന്നിരിക്കുക സ്തോത്രം. എല്ലാ മഹത്വം അങ്ങേക്കായിരിക്കും. യേശു കർത്താവിൻ്റെ പൊന്നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തിയൊരാമ്യം പറഞ്ഞാട്ടെ. കാലം കർത്താവിനെ ആരാധിക്കുവാൻ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തന്ന നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓരോ വ്യക്തികളെ കാണുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ദൈവം അബ്രഹാമിന് കൈമാറിയത് അനുഗ്രഹം മാത്രമല്ല, അബ്രഹാമിന് കൈമാറിയത് ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു സിസ്റ്റം തന്നെയായിരുന്നു. സ്തോത്രം. ഒരു ലെവൽ ഓഫ് ഒരു അനുഗ്രഹമായിരുന്നു ദൈവം അബ്രഹാമിന് കൈമാറിയത്. സ്തോത്രം. അതിനെപ്പറ്റി അടുത്ത ചില ആഴ്ചകൾ നമ്മൾ തുടർന്ന് പഠിക്കാം എന്നാണ് ഞാൻ ദൈവവചനത്തിൽ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമായിരിക്കും. കാരണം കർത്താവിൻ്റെ വചനം ഒരിക്കൽ പോലും കർത്താവ് കാരണമില്ലാതെ എനിക്ക് നിങ്ങൾക്ക് തരത്തില്ല. വിശ്വസിക്കുന്ന രാമ്യം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഗലേഷ്യൻസ് chapter 3 verses 13 to 14. ഗലേഷ്യൻസ് 3 verses 13 to 14. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിൻ്റെ അനുഗ്രഹം യേശുക്രിസ്തുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. സ്തോത്രം. അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ ജാതികൾക്ക് വരേണ്ടതിന്. സ്തോത്രം. ആ വാക്ക് അബ്രഹാമിൻ്റെ സിസ്റ്റം. സ്തോത്രം. ജാതികൾക്ക് വരേണ്ടത് എന്നുള്ള അർത്ഥമാണ്. സ്തോത്രം. സിസ്റ്റം എന്ന് പറയുമ്പോൾ അബ്രഹാമിൻ്റെ രീതി അല്ലെങ്കിൽ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ച വിധം. സ്തോത്രം. ഒരു വൺ ടൈം ബ്ലെസ്സിങ് അല്ലായിരുന്നു. സ്തോത്രം. ആ ഒരു അനുഗ്രഹം ഒരു പാറ്റേൺ തന്നെയായിരുന്നു സൃഷ്ടിച്ചെടുത്തത്. ഒരാമയം പറഞ്ഞാട്ടെ. സ്തോത്രം. ഒരു പ്രത്യേക രീതി, ഒരു പ്രത്യേക അനുഗ്രഹത്തിൻ്റെ സ്വഭാവം, ഒരു അനുഗ്രഹിക്കുവാനുള്ള ഒരു പ്രത്യേക സ്തോത്രം ഒരു ഇൻവെൻഷൻ തന്നെയായിരുന്നു ദൈവം അബ്രഹാമിന് അന്ന് അനുഗ്രഹിച്ച അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ അനുഗ്രഹം എന്നേക്കുമായ ഒരു മാതൃകയായി മാറി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്ന സിസ്റ്റം എന്ന വാക്ക് സ്തോത്രം മലയാളത്തിൽ ഒരു മാതൃക എന്ന് വേണേലും പറയാം. സ്തോത്രം. അബ്രഹാമിനെ അനുഗ്രഹിച്ച മാതൃക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അനുഗ്രഹത്തിന്റെ മാതൃക. പ്രൈസ് ദി ലോർഡ്. അതാണ് അടുത്ത ചില ആഴ്ചകൾ നമ്മൾ പഠിക്കാൻ ദൈവവചനത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. തിരുവചനം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സ്തോത്രം ദൈവം സഭ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സകല പദ്ധതികൾക്കും ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ദൈവം ഈ ഭൂമിയിൽ സഭയെ സ്ഥാപിച്ചെടുത്തിരിക്കുന്നത്. സ്തോത്രം. ചർച്ച് ഈസ് ദ ആൻസർ ടു ഗ്ലോബൽ പ്രോബ്ലംസ്. സ്തോത്രം. ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ വിഷയങ്ങൾക്കും പ്രൈസ് ദി ലോർഡ് സഭ ഒരു പരിഹാരമായിട്ടാണ് ദൈവം ഈ ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നു? കരങ്ങൾ ഉയർത്തി ഒരാമയം പറഞ്ഞാട്ടെ.
സ്തോത്രം. ആ സഭ എന്ന് പറയുമ്പോൾ സ്തോത്രം വെറും ഒരു കൂടിവരവ് എന്ന് പലരും നമ്മൾ കരുതാറുണ്ട്. സ്തോത്രം. എന്നാൽ വെറും ഒരു കൂടിവരവോ വെറും ഒരു ഗ്യാതറിങ്ങോ വെറും ഒരു ഫെലോഷിപ്പിനപ്പുറമായിട്ട് സഭ ഒരു മിസ്റ്ററിയാണ്. തിരുവചനം പറയുന്നു ഇതൊരു മർമ്മമാണ്, ഇതിൻ്റെ അകത്ത് ശക്തിയുണ്ട്. കാരണം ദൈവം ചില പദ്ധതികളുമായിട്ടാണ് ദൈവം ഈ ഭൂമിയിൽ സഭയെ സ്ഥാപിച്ചിരിക്കുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ സ്തോത്രം സ്വപ്നങ്ങൾ ദൈവം എങ്ങനെ ഇസ്രായേലിനെ സ്തോത്രം ഒരു ആഗ്രഹത്തോട് ചില പ്ലാനുകളോട് ചില സ്വപ്നങ്ങളോട് സ്തോത്രം ചില ദർശനങ്ങളോട് ദൈവം എങ്ങനെ ഇസ്രായേലിനെ സ്തോത്രം രൂപീകരിച്ചു, അതുപോലെ തന്നെ അതേ ദർശനം അതേ കാഴ്ചപ്പാട് അതേ വേദന അതേ സ്വപ്നത്തോടാണ് ദൈവം സ്തോത്രം സഭയെ രൂപീകരിച്ചിരിക്കുന്നത്, ദൈവം സഭയെ സ്ഥാപിച്ചിരിക്കുന്നത്. സ്തോത്രം തൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിന് എന്ത് കാവലുണ്ടോ, എന്ത് അനുഗ്രഹമുണ്ടോ, എന്ത് വിധമായ സ്തോത്രം നന്മകളുണ്ടോ, സ്തോത്രം നസന യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ ഞാൻ പറയാം, സ്തോത്രം ക്രിസ്തുവിന്റെ സഭയായിരിക്കുന്ന മണവാട്ടിയായിരിക്കുന്ന സഭയ്ക്കും അതേ അനുഗ്രഹങ്ങൾ അതേ പ്രൊട്ടക്ഷൻ ഇന്ന് കാലം സർവശക്തനായ ദൈവം തരുന്നുണ്ട്. Praise the Lord. സ്തോത്രം. Because today church is the extended Israel. സ്തോത്രം. സഭ എന്ന് പറയുന്നത് സ്തോത്രം പുതിയ നിയമത്തിലെ ഇസ്രായേലാണ്. തിരുവചനം പഠിപ്പിക്കുന്നു. വിശ്വസിക്കുന്ന രാമ്യം പറഞ്ഞാട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പം എങ്ങനെ ഏത് പ്രോസസ് ഏത് വിധമായ സ്തോത്രം ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സ്തോത്രം എപ്പോഴെല്ലാം ഒരു സ്റ്റെപ്പ് എടുക്കുന്നുവോ അത് എതിർക്കുവാൻ എങ്ങനെ പൈശാചിക ബന്ധനങ്ങളുണ്ടോ, പൈശാചിക പദ്ധതികളുണ്ടോ, എങ്ങനെല്ലാം ഡിമോണിക് പ്രോസസ് ഉണ്ടോ, അതുപോലെ തന്നെ സ്തോത്രം അതിനെ കൗണ്ടർ ചെയ്യുവാൻ സ്തോത്രം ദൈവരാജ്യത്തിൽ ദൈവം സ്തോത്രം ദൈവിക പ്രോസസ്സും തന്നിട്ടുണ്ടെന്ന് ഇന്ന് പോയി കാലം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ. ഏത് അനുഗ്രഹത്തിന്റെ വഴി കാല് വെക്കുമ്പോൾ സ്തോത്രം പൈശാചിക ബന്ധനങ്ങൾ സ്തോത്രം എതിർക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തുകൊള്ളണം സ്തോത്രം അത് അതിജീവിക്കുവാനുള്ള സ്തോത്രം ഒരു ശക്തി, ഒരു കൗണ്ടർ പ്രൊഡക്റ്റീവ് ഫോഴ്സിനെ സർവശക്തനായ ദൈവം സ്തോത്രം അതിന്റെ പാരലലായിട്ട് തന്നെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഈ പിശാച് ഉണ്ടാക്കുന്ന ഈ ഫോഴ്സിന്റെ പല ഇരട്ടി ശക്തിയുള്ളതാണ് സ്തോത്രം അതിന്റെ കൗണ്ടർ എഫക്റ്റീവ് ആയിരിക്കുന്ന ഫോഴ്സ്. വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങൾ മടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കാരണം സ്തോത്രം പൈശാചിക ബന്ധനങ്ങൾ ലിമിറ്റഡ് ആണ്, പൈശാചിക പ്ലാനുകൾ ലിമിറ്റഡ് ആണ്. പിശാചിന്റെ പദ്ധതികൾ എപ്പോഴും സ്തോത്രം ഒറിജിനാലിറ്റി കാണത്തില്ല. പിശാചിന് സ്തോത്രം സ്വന്തമായിട്ട് സ്തോത്രം ഒന്ന് രൂപീകരിക്കുവാനുള്ള ശക്തിയില്ല. അവനെപ്പോഴും സ്തോത്രം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഉള്ളതിനെ സ്തോത്രം അവൻ എങ്ങനെയും ഒന്ന് അതുപോലെ ഒരെണ്ണം ഒന്ന് ക്രമീകരിക്കാനേ നോക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യത്തിന് വേണ്ടി സ്തോത്രം ഒരു പ്രോസസ് ഉണ്ട് എങ്കിൽ, ഒരു പദ്ധതി ഉണ്ടെങ്കിൽ സ്തോത്രം അതിനെ പോലെ ഒരെണ്ണം അവൻ കൊണ്ടുവന്ന് കാണിക്കും സ്തോത്രം. എന്നാൽ അത് ഒറിജിനൽ അല്ല. വിശ്വസിക്കുന്ന കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ട് അതിന് ശക്തിയില്ല. കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, വിശ്വാസത്തോട് പറഞ്ഞാട്ടെ, അതിന് ശക്തി കാണത്തില്ല. സ്തോത്രം അത് ഗർജിക്കുന്ന സിംഹം പോലെ വരുത്തേ ഉള്ളൂ, അത് സിംഹമല്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിനെ പേടിപ്പിക്കുവാൻ പോലെ ഒന്ന് വരും, പക്ഷെങ്കിൽ സ്തോത്രം അതിനെ തലമുടി പോലെ തൊടുവാൻ അനുവാദമില്ല. സ്തോത്രം. ബിക്കോസ് ഇറ്റ് ഈസ് ഫേക്ക്. സ്തോത്രം. അതിന് ബലമില്ല. ഇറ്റ്സ് ഓൺലി ഷോ ഓഫ്. സ്തോത്രം. ആ പൈശാചിക കോട്ടകൾ സ്തോത്രം ഈ ഉണ്ട്, ഇറ്റ്സ് ദേർ. സ്തോത്രം. എന്നാൽ സ്തോത്രം അതിനെ ജയിക്കുവാനുള്ളത് എന്റെ ദൈവം ഓൾറെഡി സ്ഥാപിച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്ന രാമ്യം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പം പിശാച് ഏതെല്ലാം വിധത്തിലാണ്, ഏതെല്ലാം സിസ്റ്റമായിട്ടാണ് സ്തോത്രം പിശാച് ഏതെല്ലാം മാതൃക പ്രകാരമാണ് പിശാച് സ്തോത്രം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എതിർക്കുന്നുവോ അതിനെക്കാട്ടിലും അപ്പുറമായിട്ട് സ്തോത്രം കൗണ്ടറായിട്ട് എൻ്റെ ദൈവം ഓൾറെഡി സ്ഥാപിച്ചിട്ടുണ്ട്. അടുത്തുള്ള സഹോദരനെ കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, സ്തോത്രം. എൻ്റെ ദൈവം എൻ്റെ സ്തോത്രം നീക്കുപോക്കിന് വേണ്ടി, എൻ്റെ പ്രശ്നങ്ങളുടെ നീക്കുപോക്കിന് വേണ്ടിയുള്ളത് കരുതിയിട്ടുണ്ടെന്ന്. God has a plan. കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, God has a plan. വിശ്വാസത്തോട് പറഞ്ഞാട്ടെ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. ദൈവത്തിന് അറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടിയെന്ന്. സ്തോത്രം. പല 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 ദിവസങ്ങൾ, പല മാസങ്ങൾ, പല ആഴ്ചകൾ മിണ്ടാതിരിക്കുന്നതിന്റെ അർത്ഥം സ്തോത്രം ദൈവം ഇങ്ങനെ കാര്യങ്ങൾ ക്രമീകരിക്കുകയാണെന്നല്ല.
സ്തോത്രം. പല പല പ്രാവശ്യം ഉപസിക്കേണ്ടി വന്നതിന്റെ അർത്ഥം ആമേൻ സ്തോത്രം ദൈവത്തിന് ആമേൻ ശക്തി ഇല്ലാതെ പോയെന്നല്ല. പലപ്പോഴായിട്ട് സ്തോത്രം ദൈവം ആമേൻ സ്തോത്രം മൗനമായിരിക്കുന്നതിന്റെ അർത്ഥം ദൈവത്തിന് സ്തോത്രം എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല എന്നല്ല അർത്ഥം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തിന് എല്ലാം ആരംഭത്തിൽ തന്നെ അവസാനം കാണുന്നവനാ. ഹി നോസ് എക്സാക്ട്ലി എന്ന് എവിടെ വെച്ച് ആമേൻ സ്തോത്രം ആരിൽ കൂടെ എങ്ങനെ വേണം ചെയ്യേണ്ടി എന്ന് ആമേൻ സ്തോത്രം ആരംഭത്തിൽ തന്നെ കാണുന്നവനാ. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. ഹി നോസ് എക്സാക്ട്ലി വാട്ട് ടു ഡു. അവന്റെ ഒരു കാലം വരുമ്പോൾ, അവന്റെ ഒരു സമയം വരുമ്പോൾ സ്തോത്രം അവൻ എനിക്ക് വേണ്ടിയുള്ള നീക്കുപോക്ക് അയക്കുന്ന ദൈവമാ. എനിക്ക് വേണ്ടി ബലം തരുന്നവനാ, എന്റെ ശക്തി തരുന്നവനാ, എനിക്ക് വേണ്ടിയുള്ള വിടുതൽ അയക്കുന്നവനായ ദൈവമാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇന്ന് രാവിലെ നമ്മൾ പഠിക്കുന്നത്, ഈ അബ്രഹാമിക് സിസ്റ്റം. സ്തോത്രം. കാരണം ദൈവം ആ ഒരു മാതൃക അബ്രഹാമിനോട് സ്ഥാപിച്ചപ്പോൾ സ്തോത്രം തലമുറകൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹങ്ങളുടെ ഒരു വഴിയാണ് ദൈവം അവിടെ തുറന്നു കൊടുത്തത്. രാമ്യം പറഞ്ഞാട്ടെ. എല്ലാ കരങ്ങളും ഉയർത്തി ദൈവത്തിന് സ്തുതിച്ചാട്ടെ. സ്തോത്രം. അങ്ങനത്തെ പല സിസ്റ്റങ്ങളുണ്ട് ആത്മാവിൽ. സ്തോത്രം. ഇതിൽ ഏതാണ് എനിക്കുള്ളത്? ഞാൻ കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ സ്തോത്രം ഇതിലേതാണ് ഞാൻ ആമേൻ സ്തോത്രം അപ്ലൈ ചെയ്യേണ്ടത്? ആത്മാവിൽ കണ്ട് ആമേൻ സ്തോത്രം അത് അപ്ലൈ ചെയ്യേണ്ടത് എന്റെയും നിങ്ങളുടെയും ചുമതലയാണ്. സ്തോത്രം. പിശാച് എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് അറിയാമോ? സ്തോത്രം. പിശാച് എപ്പോഴും അറ്റാക്ക് ചെയ്യുമ്പോൾ ആമേൻ സ്തോത്രം പിശാച് പെനട്രേറ്റ് ചെയ്യുന്ന ആദ്യത്തെ പ്ലേസ് എന്ന് പറയുന്നത് സ്തോത്രം എന്റെയും നിങ്ങളുടെയും ചിന്താഗതികളാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. തിങ്കിങ്ങിനെ കറപ്റ്റ് ചെയ്യും. സ്തോത്രം. അവൻ ആ തോട്ട് പ്രോസസ്സിനെ അവന്റെ ദൂതന്മാർക്ക് അയക്കും. ആ ദൂതന്മാർ സ്തോത്രം എൻ്റെ നിങ്ങളുടെയും സ്തോത്രം ചിന്താഗതിയെ മൊത്തമായിട്ട് പിടിച്ചടക്കി അതിനെ എങ്ങനെല്ലാം സ്തോത്രം സ്വാധീനിക്കാൻ പറ്റുമോ അങ്ങനെല്ലാം സ്വാധീനിക്കും. സ്തോത്രം. എൻ്റെ നിങ്ങളുടെ തോട്ട് പ്രോസസ്സിൽ സ്തോത്രം പെട്ടെന്ന് കയറി ഒരു ആമേൻ സ്തോത്രം ഒരു ചിന്ത പിടിച്ചു കഴിഞ്ഞാൽ സ്തോത്രം പിശാചിനറിയാം പിന്നെ ഇവൻ അവൻ്റെ അടിമയായി മാറി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് സ്തോത്രം ഒരേ റോഡിന്റെ ആമേൻ സ്തോത്രം ഒരു സൈഡിൽ നിൽക്കുമ്പോൾ സ്തോത്രം ആമേൻ ഒരു പ്രത്യേക ചിന്താഗതിയുള്ള ആളുകൾ, മറ്റേ സൈഡിൽ മറ്റ് പ്രത്യേക ചിന്താഗതിയുള്ള ആളുകൾ. Why? What has happened? എന്ത് സംഭവിച്ചു? ആമേൻ സ്തോത്രം ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ആമേൻ സ്തോത്രം പിശാച് കൊണ്ടുവന്ന് അവന്റെ രീതിയിലുള്ള ചിന്തകൾ അവന്റെ ദൂതന്മാർ കയറി ഓരോ ഹൃദയങ്ങളിൽ ഇങ്ങനെ പെനട്രേറ്റ് ചെയ്തു. സ്തോത്രം. ആ ജനങ്ങൾ ആമേൻ സ്തോത്രം അതങ്ങ് വിശ്വസിക്കാൻ തുടങ്ങും. അതാണ് സത്യമെന്ന് ചിന്തിക്കാൻ തുടങ്ങും. സ്തോത്രം. ഈ സെയിം തോട്ട് പ്രോസസ്സാണ്, ഒരേ ചിന്താഗതിയാണ് അധികം ആമേൻ സ്തോത്രം സമയമാകും മുമ്പേ ആമേൻ സ്തോത്രം ഒരു കൾച്ചറായി മാറുന്നത്, ഒരു രീതിയായി മാറുന്നത്. ഇത്ര വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവർ തമ്മിൽ പെട്ടെന്നാണ് കൂട്ടായ്മ കൂടുന്നത്, അവർ പെട്ടെന്നാണ് സ്നേഹിതന്മാരായ മാറുന്നത്. സ്തോത്രം. കാരണം ആമേൻ സ്തോത്രം ഞാൻ കടന്നു പോകുന്നതും ആമേൻ സ്തോത്രം നീ കടന്നു പോകുന്നതും ഒരേപോലെ ആണെന്ന് അറിയുമ്പോൾ സ്തോത്രം പെട്ടെന്നാണ് ആ മെൽറ്റിംഗ് സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ കൾച്ചർ ഫോം ആയി കഴിഞ്ഞാൽ പിന്നെ സ്തോത്രം ആ ബന്ധനമുണ്ടല്ലോ ആമേൻ സ്തോത്രം പെട്ടെന്നൊരു വലിയ ബോണ്ടേജ് ആയി മാറുകയാണ്. അതാണ് പിശാചിന്റെ പ്രവർത്തനത്തിന്റെ രീതി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വേദനയോടായിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം നമ്മുടെ വേദന കുറച്ചുകൂടി കൂട്ടുന്ന ആളിലാണ് നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത്. ആമേൻ സ്തോത്രം. അതിനെ നേരെ എതിർക്കുന്ന ആൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം എനിക്ക് തോന്നും യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മൈ പെയിൻ. നിനക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ വേദന എങ്ങനെയാണെന്ന്. ആമേൻ സ്തോത്രം. അതേ സമയത്ത് സ്തോത്രം ഞാൻ വേദനയോടായിരിക്കുമ്പോൾ ഒരു വ്യക്തി എന്നോട് പറയാണ് സ്തോത്രം അയ്യോ ഇങ്ങനെയാ, അയ്യോ കുറച്ചുകൂടും കഴിയുമ്പോൾ കുറച്ചുകൂടും കൂടും എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ബിക്കോസ് നിനക്ക് നിന്റെ വേദന മനസ്സിലായി എന്ന് തോന്നും. പെട്ടെന്ന് ഇവർ രണ്ടുപേരും കൂട്ടുകൂടും. പിശാചിന്റെ ആമേൻ സ്തോത്രം കൂട്ടായ്മകളുടെ രീതിയായത്. സ്തോത്രം. ഇതിനെ എങ്ങനെ നമുക്ക് അതിജീവിക്കാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു ആമേൻ സ്തോത്രം ഇത് അതിജീവിക്കുവാനുള്ള താക്കോല് എനിക്കും നിങ്ങൾക്കും കർത്താവ് നമുക്ക് തിരുവചനത്തിൽ തന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന രാമ്യം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വാ തുറന്ന് പറഞ്ഞാട്ടെ. ദ കീ ഓഫ് ഡെലിവറൻസ്. The key of deliverance. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഒന്ന് കാണിച്ചാട്ടെ. സ്തോത്രം. ആ ഡോറിന്റെ കീ സ്തോത്രം അതിന്റെ അകത്തിരിക്കുന്ന നന്മകൾ
ഞാൻ തുറന്നെടുത്താലേ എനിക്ക് പ്രാപിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ദൈവം തന്നിട്ടുണ്ട് കീ. വിശ്വാസമായിട്ടൊന്ന് കൈ കാണിച്ചാട്ടെ, ഉള്ളവരൊന്ന് കാണിച്ചാട്ടെ, ആ കൈ കീ പ്രാപിച്ചവരെന്ന് പറഞ്ഞാട്ടെ. സ്തോത്രം, പ്രൈസ് ലോർഡ്, സ്തോത്രം, പ്രൈസ് ലോർഡ്, സ്തോത്രം. ഒരു ചെറിയ സ്തോത്രം നിമിഷങ്ങൾ ഒരു ചെറിയ സത്യം കൈമാറിയിട്ട് ഇന്നത്തെ പകൽക്കാലം നമുക്ക് ഇവിടുന്ന് കർത്താവിൽ നിന്ന് പ്രാർത്ഥിച്ച് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന സ്തോത്രം. പക്ഷേ ആ നിമിഷങ്ങൾ എൻ്റെ കൂടെ ഒന്ന് നിന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകൽക്കാലം ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കും. പ്രൈസ് ലോർഡ്, സ്തോത്രം. ഈ കീ ദൈവം എനിക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ഞാനത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്തോത്രം, ആമേൻ, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു വിടുതലിന് വേണ്ടിയുള്ള വഴി കർത്താവ് തുറന്നെടുക്കുകയാണ്. പ്രൈസ് ലോർഡ്, സ്തോത്രം. ഇത് പ്രാപിച്ചെടുക്കണമെങ്കിൽ സ്തോത്രം, ആ കീയുടെ ഏറ്റവും വലിയ സ്തോത്രം കാതലായ വിഷയം എൻ്റെ മനസ്സിനകത്ത് എൻ്റെ ചിന്താഗതിയെ കറപ്റ്റ് ചെയ്ത റോങ് ആയിട്ടുള്ള ടീച്ചിങ് അതിനെ മാറ്റിക്കളഞ്ഞ് സ്തോത്രം ദൈവരാജ്യത്തിൻ്റെ വിടുതലിൻ്റെ സന്ദേശം എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് കയറ്റിയാൽ, എൻ്റെ മൈൻഡിൽ കയറ്റിയാൽ സ്തോത്രം, ആമേൻ, എനിക്ക് വിടുതൽ പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. ഒരാമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം, പ്രൈസ് ലോർഡ്. ടീച്ച് ചെയ്ത് ആമേൻ സ്തോത്രം എന്നെ കറപ്റ്റ് ചെയ്തതിനെ ഞാൻ എടുത്തു കളഞ്ഞ് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്തോത്രം ദൈവവചനം പഠിപ്പിക്കുന്ന ആമേൻ സ്തോത്രം ആ വിടുതലിന്റെ ആമേൻ സ്തോത്രം ആ ഡെലിവറൻസിന്റെ ആമേൻ സ്തോത്രം ആ അനുഗ്രഹത്തിന്റെ സിസ്റ്റത്തെ നിറച്ചാൽ മാത്രമേ സ്തോത്രം എനിക്ക് അനുഗ്രഹം പ്രാപിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം, പ്രൈസ് ലോർഡ്. എങ്ങനെ അത് സംഭവിക്കും? അത് സംഭവിക്കണമെങ്കിൽ ഇന്ന് നിലവിലുള്ള സ്തോത്രം അനുഗ്രഹത്തിന്റെ ചില അളവുകളുണ്ട്, ചില ഡൈമെൻഷൻസ് ഉണ്ട്. ആ ഡൈമെൻഷൻസ് മനസ്സിലാക്കണമെന്ന് അത്യാവശ്യമാണ്. പ്രൈസ് ലോർഡ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ അടുത്ത ആഴ്ച ചില ആഴ്ചകളിൽ പഠിക്കുന്ന ആ വചനത്തിൻ്റെ ഒരു ബേസിക് ഫൗണ്ടേഷൻ മാത്രമേ ഞാൻ ഇന്ന് ഇടാൻ ആഗ്രഹിക്കുക. സ്തോത്രം. പക്ഷെങ്കിൽ ആ കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലാകണമെങ്കിൽ സ്തോത്രം ഇന്ന് പകൽക്കാലം പഠിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചാലേ പറ്റുകയുള്ളൂ, എനിക്കത് മനസ്സിലാക്കിയാലേ പറ്റുകയുള്ളൂ. സ്തോത്രം. ദൈവം അനുവദിച്ചാൽ അടുത്ത ചില ആഴ്ചകളിൽ സ്തോത്രം ആ പ്രിൻസിപ്പിളിനെ നമുക്ക് ഓരോ വ്യക്തികളും സ്തോത്രം നമുക്ക് സ്വന്തമായിട്ട് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ ദൈവം സഹായിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഈ ഡൈമെൻഷൻസ്, ഈ ലെവൽസ്, അല്ലെങ്കിൽ ഈ അനുഗ്രഹത്തിന്റെ സ്തോത്രം ഈ വിടുതലിന്റെ അളവുകൾ എന്താണെന്ന് മനസ്സിലായാലേ സ്തോത്രം എനിക്ക് ഇത് പ്രാക്ടിക്കലായിട്ട് നിറഞ്ഞിരിക്കുന്ന കറപ്റ്റഡ് തോട്ട് മാറ്റാൻ പറ്റുകയുള്ളൂ. സ്തോത്രം. വാട്ട് ആർ ദ ഡൈമെൻഷൻസ്? എന്തൊക്കെയാണ്? 10 കൂട്ടം കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. 10 കൂട്ടം കാര്യങ്ങൾ. സ്തോത്രം. ആ 10ാമത്തേതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസം, ഫെയ്ത്ത്. സ്തോത്രം. 2 ലൈറ്റ്, വെളിച്ചം. 3ാമത്തത് വിസ്ഡം ആൻഡ് നോളജ്, ജ്ഞാനവും പരിജ്ഞാനവും. 4ാമത്തത് റെവലേഷൻ ആൻഡ് ട്രൂത്ത്, വെളിപ്പാടും സത്യവും. 5 ശക്തി, പവർ. 6 ലൈഫ്, ജീവിതം. 7 കിങ്സ്, രാജാക്കന്മാർ. 8 പ്രോസ്പെരിറ്റി, സമൃദ്ധി. 9 ഹീലിംഗ്സ് ആൻഡ് ബ്ലെസ്സിങ്സ്, അനുഗ്രഹവും വിടുതലും. 10ാമത്തത് ആരാധനയും പ്രവചനവും. ഇതാണ് സ്തോത്രം വിടുതലിന്റെ 10 അളവുകൾ. ഒരാമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ലോർഡ്. എത്ര പേര് ഇന്ന് രാവിലെ എൻ്റെ കൂടെ ഉണ്ട്? സ്തോത്രം. നമുക്ക് ഒന്നൊന്നായിട്ട് ഒരു ചെറിയ ചില നിമിഷങ്ങൾ ഇതിൽ നിന്ന് കടന്നു പോകാം. സ്തോത്രം. ദ ഡൈമെൻഷൻസ് ഓഫ് ബ്ലെസ്സിങ്സ്, ദ ഡൈമെൻഷൻസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് എ സിസ്റ്റം. ഒരു പ്രത്യേക രീതി, ഒരു പ്രത്യേക പ്രവൃത്തി സ്തോത്രം സ്ഥാപിച്ചെടുക്കണമെങ്കിൽ 10 കൂട്ടം കാര്യങ്ങൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമാണ്. സ്തോത്രം. ഒരു പ്രത്യേകമായ സ്തോത്രം ഒരു സ്വഭാവം സ്ഥാപിച്ചെടുക്കണമെങ്കിൽ ഈ 10 കൂട്ടം കാര്യങ്ങൾ ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസം. എല്ലാവരും വായുകൾ തുറന്ന് പറഞ്ഞാട്ട് വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവവചനം പറയുന്നു വിശ്വാസത്താലേ സ്തോത്രം നീതിമാൻ ജീവിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇറ്റ്സ് എ പ്രിൻസിപ്പിൾ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ കിങ്ഡം. പ്രൈസ് ദി ലോർഡ്. നീതിമാനെ സംബന്ധിച്ചോളം സ്തോത്രം ദൈവവചന അടിസ്ഥാനത്തിൽ
മറ്റൊന്നും ഒരു ഫാക്ടർ അല്ല. As long as he has the faith in the living God. Praise the Lord. സ്തോത്രം. അവന്റെ ജീവിതത്തിൽ എന്തുണ്ടോ എന്തില്ല, അവൻ സ്തോത്രം ഒരു ഫാക്ടറേ അല്ല. അവൻ എവിടെ ആയിരിക്കുന്നു, അവൻ എവിടെ പോകുന്നു, അവന്റെ ജീവിതത്തിൽ സ്തോത്രം എന്താണ് അവന്റെ നിലപാട്, ഒന്നും ഒരു വിഷയമല്ല. അവൻ സ്തോത്രം അവന് ജീവിക്കുവാൻ ദൈവം ഒറ്റ ഒരു കാര്യമേ കൊടുത്തിട്ടുള്ളൂ. അവൻ വിശ്വാസത്തോടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ. അവൻ ജീവിക്കണമെങ്കിൽ സ്തോത്രം അവന് വിശ്വാസം അത്യാവശ്യമാ. വിശ്വസിക്കുന്ന രാമ്യം പറഞ്ഞാട്ടെ, വായ തുറന്ന് പറഞ്ഞാട്ടെ വിശ്വാസം. എല്ലാ വായുകളും തുറന്ന് പറഞ്ഞാട്ടെ വിശ്വാസം. സ്തോത്രം. നീതിമാന്മാർക്ക് സ്തോത്രം ദൈവം തന്നിരിക്കുന്ന ഒരു വഴിയാണ്. സ്തോത്രം. പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കുന്നത് സ്തോത്രം ഒരു വിശ്വാസം, ഒരു ക്രിസ്തീയ ജീവിതം, ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം തന്നെ ജീവിച്ചെടുക്കണമെങ്കിൽ സ്തോത്രം എനിക്ക് പൈസയുടെ ആവശ്യമുണ്ട്, എനിക്ക് ഇത് വേണം, അത് വേണം, ഇങ്ങനെ വേണം, അങ്ങനെ വേണം എന്ന് സ്തോത്രം. എന്നാൽ ഇന്ന് കാലം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം പൈസ ഒരു ഫാക്ടർ അല്ല. സ്തോത്രം പഠിത്തം ഒരു ഫാക്ടർ അല്ല. നിന്റെ ജീവിതത്തിൽ സ്തോത്രം മറ്റൊന്നും ഒരു വിഷയമല്ല. നീ സ്തോത്രം നിന്നെ വിളിച്ചവൻ ആരെയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം അവന്മേൽ നിനക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ സ്തോത്രം നീ അറിയാതെ തന്നെ നിന്റെ കാര്യങ്ങളെല്ലാം തക്ക സമയത്ത് നടത്തിക്കൊണ്ട് വിശ്വസിച്ച് നടത്തിക്കൊണ്ട് പോകാൻ ശക്തനാ. സ്തോത്രം. തന്റെ ഭക്തനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്ന വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം നിന്റെ കാര്യങ്ങൾ അവൻ നടത്തി തരും. സ്തോത്രം നീ എങ്ങനെ സംഭവിക്കണമെന്ന്, എന്ത് ചെയ്യണമെന്ന് നിനക്ക് അറിയാതിരിക്കുമ്പോൾ സ്തോത്രം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത ചില നിമിഷങ്ങൾ വരും. സ്തോത്രം. ബിക്കോസ് സ്തോത്രം എല്ലാ കാൽക്കുലേഷൻസും തെറ്റിപ്പോകുന്ന ചില ഏരിയാസ്, സ്തോത്രം എല്ലാ വിധമായ സ്തോത്രം കണക്കൂട്ടുകൾ വിട്ടുപോകുന്ന ചില നിമിഷങ്ങൾ വരുമ്പോൾ സ്തോത്രം അവൻ നിനക്ക് വേണ്ടി രാത്രിയെന്നില്ല പകലെന്നുമില്ല, അവൻ മയങ്ങാതും ഉറങ്ങാതും സ്തോത്രം നിനക്ക് വേണ്ടി ചിലത് കരുതിക്കൊണ്ടിരിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്ന രാമ്യം പറഞ്ഞാട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതൊരു അളവാ. ഇറ്റ്സ് എ ലെവൽ, ഇറ്റ്സ് എ ഡൈമെൻഷൻ. സ്തോത്രം. ഒരു പ്രത്യേക ജീവിതത്തിന്റെ രീതി, നിന്റെ ജീവിതത്തിൽ സ്വഭാവം, ഒരു മാതൃക നിനക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ വിശ്വാസം നിന്റെ ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനമായിട്ട് ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. സ്തോത്രം. അവൻ പറയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല എന്നുള്ളൊരു ഉറപ്പ്. സ്തോത്രം. എൻ്റെ സ്തോത്രം പോക്കും വരവും അവനാണ് നിയന്ത്രിക്കുന്നുള്ള ഉറപ്പ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം അവനാണ് നടത്താൻ പോകുന്നത് എന്നുള്ളൊരു ഉറപ്പ്. സ്തോത്രം. എനിക്ക് മുമ്പിൽ നിൽക്കുന്ന സ്തോത്രം തടസ്സങ്ങൾ എനിക്ക് വിഷയമല്ല. സ്തോത്രം അവൻ തക്ക സമയത്ത് ആ തടസ്സങ്ങൾ മേൽ ജയിക്കുവാൻ ശക്തി തരുമെന്നുള്ള ഒരു ഉറപ്പ്. സ്തോത്രം. മേഘം പോലും കാണണമെന്നില്ല. സ്തോത്രം കൈപ്പത്തി പോലും മേഘത്തിൽ നിന്ന് സ്തോത്രം വലിയൊരു സ്തോത്രം മഴ അയക്കുവാൻ ശക്തനായ ദൈവം എന്നുള്ള ഉറപ്പ്. 2 മീനും 5 അപ്പവും മതി സ്തോത്രം എന്റെ മുമ്പിൽ നിൽക്കുന്ന വലിയ ആവശ്യങ്ങൾക്ക് സ്തോത്രം അത് കഴിഞ്ഞ് സമൃദ്ധിയായി ആവശ്യങ്ങളെ മീതിയാക്കി തരാൻ ശക്തനാണെന്നുള്ളൊരു ഉറപ്പ്. അതാണ് സ്തോത്രം വിശ്വാസം. പകൽ തുറന്ന് പറഞ്ഞാട്ട് വിശ്വാസം. അതാണ് വിശ്വാസം. നിന്റെ ജീവിതത്തിൽ സ്തോത്രം അനുഗ്രഹത്തിൻ്റെ ഒരു വഴി, ഒരു സ്വഭാവം എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ സ്തോത്രം നിന്റെ ഏറ്റവും സ്തോത്രം ആവശ്യമായിരിക്കുന്ന ഫാക്ടറാണ് വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തതാണ് സ്തോത്രം ലൈറ്റ്. രണ്ടാമത്തതാണ് സ്തോത്രം വെളിച്ചം. എല്ലാവരും വായികളെ തുറന്ന് പറഞ്ഞാട്ടെ വെളിച്ചം. ഉറക്കെ പറഞ്ഞാട്ടെ. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. സ്തോത്രം. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. വായിച്ചാട്ടെ. വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ സ്തോത്രം. വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമ്മൾ തമ്മിൽ കൂട്ടായ്മയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി സ്തോത്രം നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, സ്തോത്രം ഈ വചനം പഠിപ്പിക്കുന്നു. സ്തോത്രം വെളിച്ചം കൂട്ടായ്മയും സ്തോത്രം പാപത്തിൽ നിന്നുള്ള വിടുതലും റിലേറ്റഡാ. സ്തോത്രം. കാരണമില്ലാതല്ല, ഒരു റിലേഷൻ ഇല്ലാതല്ല അവിടുത്തെ രണ്ടാമത്തെ ഭാഗം തിരുവചനം അവിടെ എഴുതിയിരിക്കുന്നത്.
പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു, സ്തോത്രം, ആമേൻ, യേശു കർത്താവിന്റെ രക്തം എന്റെ നിങ്ങളുടെ സകല പാപത്തെയും പോക്കി ശുദ്ധീകരിക്കുന്നു. എന്നാൽ അതിന്റെ തൊട്ട് മുമ്പേ എഴുതിയിരിക്കുകയാണ്, ആമേൻ, സ്തോത്രം, അവൻ എങ്ങനെ വെളിച്ചത്തിലുണ്ടോ, ആമേൻ, സ്തോത്രം, ഞാനും ആ വെളിച്ചത്തിലുണ്ടെങ്കിൽ, സ്തോത്രം, എനിക്ക് എന്റെ സഹോദരനുമായിട്ടൊരു കൂട്ടായ്മയുണ്ട്. പ്രൈസ് ദി ലോർഡ്. കൂട്ടായ്മ, ഫെലോഷിപ്പ്, സ്തോത്രം, കൂട്ടായ്മ. പ്രൈസ് ദി ലോർഡ്. അത് വെളിച്ചത്തിന്റെ സ്വഭാവമാണ്. ഒരു അനുഗ്രഹത്തിന്റെ മാതൃക എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ, സ്തോത്രം, എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ, സ്തോത്രം, വാ തുറന്ന് പറഞ്ഞാട്ട്, സ്തോത്രം, കൂട്ടായ്മ ആവശ്യമാ, ഒരു ഫെലോഷിപ്പ് ആവശ്യമാ, സ്തോത്രം. കാരണം എന്താണെന്നറിയാമോ? സ്തോത്രം, കിങ്ഡം ഓഫ് ഗോഡ് ഇസ് നോട്ട് അബൌട്ട് മേക്കിംഗ് ഇൻഡിവിജ്വൽസ്, സ്തോത്രം, വ്യക്തികളെ എഴുന്നേൽപ്പിക്കുന്നതല്ല തിരുവചന പ്രകാരം, സ്തോത്രം, ദൈവരാജ്യം എഴുന്നേറ്റിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. എന്നാൽ ശ്രദ്ധിച്ചാട്ട്, ആമേൻ, സ്തോത്രം, അങ്ങനെ സ്വന്തമായിട്ട് എഴുന്നേറ്റ പല മിനിസ്ട്രീസും അധികം താമസിക്കാതെ അവർ പട്ടുപോയിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാമോ? അവരെ തന്നെ പ്രൊമോട്ട് ചെയ്യാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ അതേ സമയത്ത്, ആമേൻ, സ്തോത്രം, ഒരു സഭ എന്നുള്ള, ആമേൻ, സ്തോത്രം, പ്രയോറിറ്റിയിൽ എവിടെല്ലാം ഇൻഡിവിജ്വൽസ് എഴുന്നേറ്റിട്ടുണ്ടോ അവർ ഇന്നും നിലനിൽക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? സ്തോത്രം, ക്രിസ്ത്യൻ കിങ്ഡം ഇസ് നോട്ട് അബൌട്ട് മീ ആൻഡ് യു, ഇറ്റ് ഈസ് അബൌട്ട് അസ്. സ്തോത്രം. ഞാനോ നിങ്ങളോ അല്ല വിഷയം, സ്തോത്രം, നമ്മളാണ് വിഷയം. വാകൾ തുറന്ന് ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. ഞാൻ എനിക്ക് വേണ്ടി ഒരു, ആമേൻ, സ്തോത്രം, രാജ്യം പണിയാനല്ല സർവശക്തനായ ദൈവം എന്നെ ഈ ഭൂമിയിൽ അയച്ചിരിക്കുന്നത്. നിങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ, സ്തോത്രം, ഇത് ഇന്നാളുടെ മിനിസ്ട്രിയായി മാറുന്നില്ല, ഇത് അവളുടെ മിനിസ്ട്രിയായി മാറുന്നില്ല. ഞാനും നിങ്ങളും ചെയ്യുന്നത്, ആമേൻ, സ്തോത്രം, എൻ്റെ ദൈവം എനിക്ക് പരമേൽപ്പിച്ച, ആമേൻ, സ്തോത്രം, ഒരു ദൗത്യമുണ്ട്, സഭയെ പണിയുക. ഇറ്റ്സ് അബൌട്ട് ഫെലോഷിപ്പ്. അതൊരു കൂട്ടായ്മയാ. അതാണ് വെളിച്ചം. സ്തോത്രം. തിരുവചനത്തിൽ, സ്തോത്രം, ആമേൻ, വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 21-23 വാക്യം. Revelation chapter 21 and verses 23. നഗരത്തിൽ 23 നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. സ്തോത്രം. വായിച്ചാട്ടെ. ആ ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ച് കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. പ്രകാശം, ലൈറ്റ്, അത്, സ്തോത്രം, ഞാനും നിങ്ങളും കാണുന്ന, ആമേൻ, സ്തോത്രം, ഒരു എക്സ്റ്റേണൽ ഫാക്ടർ അതിന് ആവശ്യമില്ല. അതിന്റെ ഇന്റൻഷൻ റൈറ്റ് ആകുമ്പോൾ, സ്തോത്രം, ആമേൻ, അതിനകത്ത് വെളിച്ചമുണ്ട്. അതിന്റെ പ്രയോറിറ്റി റൈറ്റ് ആകുമ്പോൾ, അതിന്റെ ഉദ്ദേശം ശരിയാകുമ്പോൾ, സ്തോത്രം, കുഞ്ഞാട് അവരുടെ വെളിച്ചമായി മാറും. രാമ്യം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു പ്രത്യേക സ്വഭാവം, ഒരു പ്രത്യേക മാതൃക എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ, സ്തോത്രം, വിശ്വാസത്തോട് കൂടെ തന്നെ, സ്തോത്രം, എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്, സ്തോത്രം, ഒരു കൂട്ടായ്മ. ഇതിനകത്തൊരു വലിയ മർമ്മമുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ദൈവവചന അടിസ്ഥാനത്തിൽ, സ്തോത്രം, എഗ്രിമെന്റിലാണ് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ദർ ഇസ് പവർ ഇൻ എഗ്രിമെന്റ്. സ്തോത്രം. രണ്ടുപേർ ഒരു മനപ്പെടുമ്പോൾ, സ്തോത്രം, സംഭവിക്കാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. തിരുവചനം പറയുന്നു, രണ്ടുപേർ ഒരു മനസ്സോട് എന്ത് ചോദിച്ചാലും, സ്തോത്രം, ഞാൻ തരാമെന്ന ദൈവത്തിന്റെ വാഗ്ദത്തം. അടുത്തുള്ള സഹോദരനെ കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, there is power in agreement. There is power in agreement. വെളിച്ചം കാണിക്കുന്നത്, സ്തോത്രം, ആ ഒരു ശക്തിയാണ്. സ്തോത്രം. ആ ഒരു ശക്തിയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുമ്പോട്ട് പോകട്ടെ. മൂന്നാമത്തത്, ജ്ഞാനവും പരിജ്ഞാനവും, നോളജ് ആൻഡ് വിസ്ഡം. ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും അതിശയപ്പെട്ട ഒരു വിഷയം, മോസ്റ്റ് ഓഫ് ദ പ്ലേസസ് എവിടെ ജ്ഞാനത്തെ പറ്റിയോ അറിവിനെ പറ്റിയോ എഴുതിയിട്ടുണ്ടോ, അതിനോട് തൊട്ടപ്പുറത്ത് ദൈവഭയത്തെ പറ്റിയും എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നോക്കാം. സദൃശവാക്യങ്ങൾ 1-ാം അധ്യായം 7-ാം വാക്യം. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. സദൃശവാക്യം 2 അതിലെ, സ്തോത്രം, 1 മുതൽ 22-ാം വാക്യത്തിൽ പലപ്പോഴും ഇത് തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. സങ്കീർത്തനം 111-10.
വായിച്ചാട്ടെ. വീണ്ടെടുപ്പ് അയച്ച് ആ തന്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. ആ അവന്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. യെശയ്യാവ് 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്. ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്. പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്. പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്. പലയിടത്തും സ്തോത്രം എവിടെല്ലാം ജ്ഞാനത്തിനെ പറ്റി എഴുതിയിട്ടുണ്ടോ, എവിടെല്ലാം സ്തോത്രം പരിജ്ഞാനത്തെ പറ്റി എഴുതിയിട്ടുണ്ടോ, അവിടെല്ലാം ഈ യഹോവ ഭക്തി സ്തോത്രം അവിടെ എഴുതിയിട്ടുണ്ട്. Children, listen to me. This is the key of your blessing. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ സ്തോത്രം, നിങ്ങൾക്ക് ജ്ഞാനം പ്രാപിക്കണമെങ്കിൽ സ്തോത്രം ബിയോണ്ട് യുവർ സ്റ്റഡീസ്, ഇഫ് യു വാണ്ട് ഗോഡ് ടു ബ്ലസ് യു, നിങ്ങൾ സ്തോത്രം കഷ്ടപ്പെടുന്നതിനപ്പുറമായിട്ട് സർവശക്തനായ ദൈവത്തിന്റെ പ്രത്യേക ഫേവർ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, ദിസ് ഈസ് എ കീ. യു ഷുഡ് ഹാവ് ദ ഫിയർ ഓഫ് ഗോഡ്. നീ കഷ്ടപ്പെടുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം എത്ര ട്യൂഷൻ എടുക്കേണ്ടി വന്നാലും, നിങ്ങളെല്ലാം എത്ര മണിക്കൂറുകൾ സ്തോത്രം പോയി പഠിക്കേണ്ടി വന്നാലും, അതിനെല്ലാം സ്തോത്രം ഔട്ട്ലീവ് ചെയ്യുന്ന, അതിനെല്ലാം സ്തോത്രം അതിജീവിക്കുന്ന ഒരു ഫാക്ടറാണ് സ്തോത്രം മുട്ടുമടക്കി സ്തോത്രം സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളെയൊക്കെ സ്തോത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ സ്തോത്രം ആ ദൈവത്തോടുള്ള ഭയമുണ്ടെങ്കിൽ സ്തോത്രം ഞാൻ പറയാം, ശലോമോന് ജ്ഞാനം കൊടുത്ത ദൈവം സ്തോത്രം നിങ്ങൾ അറിയാതെ തന്നെ എക്സ്ട്രാ ഓർഡിനറി വിസ്ഡം ദൈവം നിങ്ങൾക്ക് തരാൻ ശക്തനാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രത്യേക മാതൃക നിങ്ങളുടെ ജീവിതത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഓർത്തുകൊണ്ടും സ്തോത്രം ആ യഹോവ ഭക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. കാരണം എൻ്റെ നിങ്ങളുടെ കാൽക്കുലേഷൻസ് തെറ്റുന്ന ചില നിമിഷങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ വിചാരിക്കുന്ന പോലെ നടക്കാത്ത ചില നിമിഷങ്ങളുണ്ട്. സ്തോത്രം ആഗ്രഹിക്കുന്ന വ്യക്തികൾ ആഗ്രഹിക്കുന്ന സമയത്ത് സ്തോത്രം കൈവിട്ടു പോകുന്ന, ചില കൈമാറിപ്പോകുന്ന ചില സമയങ്ങൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. സഹായിക്കാമെന്ന് പറയും സ്തോത്രം, തക്ക സമയത്ത് അവരുടെ കുറ്റമല്ല, അവരെ കൊണ്ട് സഹായിക്കാൻ പറ്റാത്ത പരിസ്ഥിതികൾ അവരുടെ മുമ്പിൽ കടന്നു വരും എന്ന് സ്തോത്രം മറക്കരുത്. എന്നാൽ നിന്റെ ജീവിതത്തിൽ സ്തോത്രം ഏത് വിഷയത്തിന്മേലും നീ ആരംഭിക്കുന്ന മുമ്പ്, ഏത് കാര്യവും പ്ലാൻ ചെയ്യുന്ന മുമ്പ്, ഏത് കാര്യവും ചെയ്തെടുക്കുന്ന മുമ്പ് സ്തോത്രം എൻ്റെ ദൈവമേ നിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കുന്നു. നീ പറയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും വേണ്ട, നിന്റെ ഹിതമാണെങ്കിൽ മാത്രമേ ഈ കാൽച്ചോടുകൾ വെക്കാൻ സമ്മതിക്കാവേ. എൻ്റെ കർത്താവേ, നിന്റെ ആലോചനയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. എനിക്ക് നിന്റെ ആലോചന പ്രകാരം ചെയ്താൽ മതി എന്ന് സ്തോത്രം ഒരു അഭിപ്രായമാണ് നിന്റെ മനസ്സിന്റെ അകത്തെങ്കിൽ ഞാൻ പറയാം, നീ കാല് വെക്കുന്ന തോൽക്കുകയില്ല. അവൻ തക്ക സമയത്ത് വേണ്ട എന്ന് പറയേണ്ടടുത്ത് അവൻ വേണ്ട എന്ന് പറയും, ചെയ്യണമെന്ന് പറയുന്നിടത്ത് അവൻ ചെയ്യാനുള്ള വഴികൾ ഒരുക്കും. സ്തോത്രം തക്ക സമയത്ത് അവൻ വിടുതലിന്റെ വഴികൾ ഒരുക്കി തരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇറ്റ്സ് ഓൾവേസ് റിലേറ്റഡ്. സ്തോത്രം. പലരും പറയും ഞാൻ പഠിച്ചതിനപ്പുറമായിട്ടുള്ള ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ യഹോവ ഭക്തി ആവശ്യമാണ്. വർഷങ്ങളായിട്ട് സ്തോത്രം എക്സ്പീരിയൻസ് ഉള്ള ജോലിയായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. ചില സമയത്ത് സ്തോത്രം കൈവിട്ടുപോയ, തെറ്റിപ്പറ്റുപോയ ചില നിമിഷങ്ങൾ വന്നിട്ടില്ലേ? സ്തോത്രം. എന്നാൽ അറിയാതെ തന്നെ ദൈവം സ്തോത്രം കാര്യങ്ങളെ മാറ്റിയെടുക്കും. അറിയാതെ തന്നെ സ്തോത്രം കാര്യങ്ങളെ കർത്താവ് സ്തോത്രം ക്രമീകരിച്ചു തരും. പെട്ടെന്ന് സ്തോത്രം ചില ഫയലുകൾ കർത്താവ് അടച്ചു തരും. സ്തോത്രം. ചിലരുടെ മുമ്പിൽ വെച്ച് സ്തോത്രം കർത്താവ് മറക്കേണ്ടത് മറയ്ക്കും, ചിലരുടെ മുമ്പിൽ വെച്ച് സ്തോത്രം തുറക്കേണ്ടത് തുറപ്പിക്കും. അനുഭവമുള്ള ഒരു കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. എന്താ കാരണം? സ്തോത്രം. ആ ദൈവം എന്നുള്ള ഭയം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. It opens up extra ways, extra windows of knowledge. Stotram. Praise the Lord. There is no other source in this world as knowledgeable as this God. ഈ ദൈവത്തിൻ്റെ ജ്ഞാനം പോലെ വേറെ ഒരു സോഴ്സും എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ എങ്ങും കാണത്തില്ല. You think
ഇന്ന് കാണുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്ന് കാണുന്ന ഈ ഇൻവെൻഷൻസ് എല്ലാം സ്തോത്രം, ഇതെല്ലാം ദൈവമാണ് ഇതിൻ്റെ മൂല കാരണം. സ്തോത്രം. There cannot be any other invention which can outlive God. സ്തോത്രം. ദൈവത്തെ അതിജീവിക്കാൻ പറ്റുന്ന സ്തോത്രം, അല്ലെങ്കിൽ ദൈവപ്രവൃത്തിയെ ജയിക്കാൻ പറ്റുന്ന മറ്റൊരു ഇൻവെൻഷനും ഇതുവരെയും ഇല്ല, ഇനി ലോകത്തിൽ വരാൻ സാധ്യതയുമില്ല. വിശ്വസിക്കുന്ന രാമ്യം പറഞ്ഞാട്ടെ. എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ സ്തോത്രം, മനുഷ്യനെ തന്നെ സൃഷ്ടിക്കാൻ നോക്കി തന്നെ. സ്തോത്രം. നിങ്ങൾ വിചാരിക്കുന്നു അവർ ട്രൈ ചെയ്തില്ല? സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു നമ്മളോട് പറയാതെ തന്നെ ചൈനയിൽ എത്ര പ്രാവശ്യം അവർ ട്രൈ ചെയ്ത് കാണും മനുഷ്യനെ തന്നെ സൃഷ്ടിച്ചെടുക്കാൻ. സ്തോത്രം. തോറ്റുപോയോണ്ട് പറ അവർ സ്തോത്രം വെളി കൊണ്ടുവരാതിരിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പക്ഷെങ്കിൽ സ്തോത്രം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ലിമിറ്റ് ദൈവം കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ ദൈവഭയം ഉണ്ടെങ്കിൽ മാത്രമേ സ്തോത്രം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം നമുക്ക് മുന്നേറാൻ പറ്റുകയുള്ളൂ. ഞാൻ മുമ്പോട്ട് പോകുകയാ. നാലാമത്തേത് റെവലേഷൻ ആൻഡ് ട്രൂത്ത്. വെളിപ്പാടും സത്യവും. സ്തോത്രം. എഫേഷ്യസ് സഭയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിച്ച ഒരു വിഷയമുണ്ട്. സ്തോത്രം. ഈ സഭ ദൈവിക വെളിപ്പാടുള്ള ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രത്യേക ജ്ഞാനമുള്ള ഒരു സഭയായി മാറണമെന്ന് ഇത് പോയി കാലം ഞാൻ നമ്മുടെ സഭയെ പറ്റി അതാണ് പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. There is no greater revelation than the revelation of Christ. ക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപ്പാടിനപ്പുറമായ ഒരു വെളിപ്പാടും ഈ ഭൂമിയിലില്ല. വിശ്വസിക്കുന്ന രാമ്യം പറഞ്ഞാട്ടെ. എത്രയോ അടുത്ത് ജീവിതം ജീവിച്ച പൗലോസ് ദൈവമായിട്ട് ക്രിസ്തുവുമായിട്ട് സ്തോത്രം എപ്പോഴും സ്തോത്രം ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ആയിരുന്ന പൗലോസിന്റെ ജീവിതത്തിലും എപ്പോഴും അവന്റെ അവസാന സമയത്തും സ്തോത്രം ഒറ്റയൊരു ആഗ്രഹമേ ഉള്ളായിരുന്നു. ഐ വാണ്ട് ടു നോ ക്രൈസ്റ്റ് ആൻഡ് ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ. എനിക്ക് ക്രിസ്തുവിനെയും സ്തോത്രം അവന്റെ ഉയർപ്പിന്റെ ശക്തി എന്താണെന്നൊന്ന് സ്തോത്രം ഒന്ന് അറിഞ്ഞാൽ മതി എന്നായിരുന്നു പൗലോസിന്റെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു സ്തോത്രം ഈ നമ്മൾ ആരും സ്തോത്രം ക്രിസ്തുവിനെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞിട്ടില്ല. നമ്മളെല്ലാം സ്തോത്രം ഒരു ചെറിയ വെളിപ്പാട് മാത്രമേ പ്രാപിച്ചെടുത്തിട്ടുള്ളൂ. ഈ വെളിപ്പാട് എന്ന് പറയുന്നത് ക്രിസ്തീയ വെളിപ്പാട്, ക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപ്പാട് ഇസ് ഓൾവേസ് പ്രോഗ്രസീവ് ഇൻ നേച്ചർ. സ്തോത്രം. ആഗ്രഹമുള്ള വ്യക്തിക്ക് സ്തോത്രം ഇത് പ്രാപിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. സ്തോത്രം. ഇത് ആഗ്രഹമുള്ള ദാഹമുള്ള വ്യക്തിക്ക് സ്തോത്രം ഇതിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. എത്ര പേര് എൻ്റെ കൂടെ ഉണ്ടെന്ന്? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയെ തട്ടി ഉണർത്തി ഒരിക്കൽ പോലും അവൻ ആരാണെന്ന് കാണിക്കത്തില്ല. സ്തോത്രം. You have to have a thirst to know him. അവൻ ആരാണെന്ന് കാണുവാൻ രുചിക്കുവാൻ ഒരു ആഗ്രഹം കാണണം. അവനൊരു അളവ് ഇനീഷ്യലി സ്തോത്രം ഒരു വിത്ത് പോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അവൻ തരും. അതുകൊണ്ട് കൃപയാൽ ഞാനും നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത് ഇറ്റ്സ് ഓൺലി എ ഡോർവേ. സ്തോത്രം. ആ വെളിപ്പാട് പ്രാപിക്കാനുള്ള സ്തോത്രം മുറിയുടെ വാതിൽ നിൽക്കുന്നതേ ഉള്ളൂ. സ്തോത്രം. രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്ന് വിചാരിച്ച് സ്തോത്രം ഞാൻ ക്രിസ്തുവിനെ പ്രാപിച്ചെന്നുള്ള സ്തോത്രം ചിന്തഗതി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കാലം സ്തോത്രം അത് തെറ്റാണെന്ന് ഞാൻ പറയട്ടെ. സ്തോത്രം. ഇറ്റ്സ് ഓൺലി എ ഡോർവേ. യു ആർ സ്റ്റാൻഡിങ് അറ്റ് ദ ഗേറ്റ്, യു ആർ സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ, യു ഈവൻ ഡോണ്ട് നോ വാട്ട് ഈസ് ഇൻസൈഡ്. സ്തോത്രം ക്രിസ്തുവുമായിട്ടുള്ള സ്തോത്രം ആ റിലേഷൻഷിപ്പ് ഓരോ ദിവസവും ഇൻക്രീസ് ആയാൽ മാത്രമേ വളർന്നാൽ മാത്രമേ സ്തോത്രം ഓരോ ദിവസവും അവൻ ആരാണെന്ന് സ്തോത്രം നമുക്ക് പ്രോഗ്രസീവായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അല്ല എങ്കിൽ സ്തോത്രം ഒരു അംശം മാത്രമേ കണ്ടിട്ടുള്ളൂ, ഒരു ചെറിയ അംശം മാത്രം. അവൻ്റെ കൂടെ രാത്രിയും പകലും നടന്ന ശിഷ്യൻ പോയി ചോദിക്കുന്നു, സ്തോത്രം നിന്നെ തൊടാതെ എനിക്ക് മനസ്സിലാകത്തില്ല. ഐ കാനോട്ട് ബിലീവ് അൺലെസ് ഐ ഗോ ആൻഡ് ടച്ച് യു. ക്രിസ്തു പറയുന്നു കാണാതെ സ്തോത്രം തൊടാതെ വിശ്വസിക്കുന്നവനാണ് സ്തോത്രം ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ പറയാം, ആ വെളിപ്പാട് എനിക്ക് വേണം, ആ വെളിപ്പാട് എനിക്ക് വേണം എന്നാഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ഇവിടെ ഞാൻ തിരുവചനം നിർത്താൻ പോകുക. ദൈവം വെച്ചാൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ വെളിപ്പാട് എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്തോത്രം
It's only an insight into the mysteries of God. സ്തോത്രം. ദൈവം എന്നുള്ള ആ അത്ഭുതം, സ്തോത്രം, അതിൻ്റെ ഉൾക്കാഴ്ചയാണ് ഈ വെളിപ്പാട്. സ്തോത്രം. ദൈവം എന്നുള്ള മിസ്റ്ററി. പ്രൈസ് ദി ലോർഡ്. ഇറ്റ്സ് എ മിസ്റ്ററി. പൗലോസ് പലപ്പോഴും ലേഖനങ്ങളിൽ എഴുതുന്നു, ഈ ബന്ധം അത്ഭുതമാണ് എന്ന്. സ്തോത്രം. ഇറ്റ്സ് മിസ്റ്ററി. സഭയുമായിട്ടുള്ള ബന്ധം പൗലോസ് പറയുന്നു, ഇറ്റ്സ് എ മിസ്റ്ററി. എന്താ മിസ്റ്ററി? മിസ്റ്ററി എന്ന് പറയുന്നത്, സ്തോത്രം, പെട്ടെന്ന് എന്താണ് നമുക്ക് മനസ്സിലാകത്തില്ല, അത് എടുത്താലേ മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. എന്നാൽ ബിബ്ലിക്കൽ മിസ്റ്ററിയെ സംബന്ധിച്ചോളം, പ്രൈസ് ദി ലോർഡ്, എൻ്റെ നിങ്ങളുടെയും അറിവിനനുസരിച്ച് ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. ഒരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്നാൽ ഇത് വെളിപ്പെടത്തില്ല കേട്ടോ. ഒരു കമൻട്രിയുടെ മുമ്പിൽ നിന്നാൽ ഇത് വെളിപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് വെളിപ്പെടണമെങ്കിൽ സ്തോത്രം, അവൻ്റെ മുമ്പിൽ നിന്നാലേ പറ്റുകയുള്ളൂ. അവൻ പറഞ്ഞു തരും, അവൻ കാണിച്ചു തരും, അവനൊന്ന് തുറന്നു തരും. അവൻ തുറന്നാൽ മാത്രമേ അത് വെളിപ്പെടുത്തുള്ളൂ. ബിക്കോസ് നോ വൺ എൽസ് ഹാസ് സീൻ ഹിം. പിതാവിനെ, സ്തോത്രം, ക്രിസ്തു മാത്രമേ കണ്ടിട്ടുള്ളൂ. സ്തോത്രം. പിതാവിനെ കാണണമെങ്കിൽ ക്രിസ്തുവിനെ കണ്ടാലേ പറ്റുകയുള്ളൂ. ക്രിസ്തുവിനെ കാണുന്നവർ, സ്തോത്രം, പിതാവിനെ കാണും. കാലം, സ്തോത്രം, പിതാവിനെ കാണണമെങ്കിൽ ക്രിസ്തുവിനെ ഒന്ന് കാണണം. ക്രിസ്തുവിൽ തന്നെ, സ്തോത്രം, ചകഞ്ഞാൽ സ്തോത്രം, അവൻ ഇത്രയും, സ്തോത്രം, മാധുര്യം നിറഞ്ഞവനാണ്, ഇത്രയും അത്ഭുതം നിറഞ്ഞവനാണ്, ഇത്രയും, സ്തോത്രം, ഉള്ളു നിറഞ്ഞവനാണ് എന്ന്, സ്തോത്രം, മനസ്സിലാക്കുമ്പോൾ, സ്തോത്രം, അതിനെക്കാട്ടിലും എന്ത് അപ്പുറത്താണ്, സ്തോത്രം, ആ സർവശക്തനായ ദൈവം. സ്തോത്രം. ക്രിസ്തു പറയുന്നു, ഐ ആൻഡ് ഫാദർ വി ആർ വൺ. ഞാനും പിതാവ് ഒന്നാണ്. ഇഫ് യു ക്യാൻ സീ ക്രൈസ്റ്റ്, യു ക്യാൻ സീ ഗോഡ് ദ ഫാദർ. രാവിലെ മുട്ടുമടക്കിക്കാം, ദൈവസന്നിധി നമ്മൾക്ക് സമർപ്പിക്കാം. വി ആർ ടോക്കിംഗ് അബൌട്ട് എസ്റ്റാബ്ലിഷിംഗ് എ ലൈഫ് സ്റ്റൈൽ. ഒരു ജീവിതത്തിൻ്റെ രീതി, ഒരു ജീവിതത്തിൻ്റെ മാതൃക, ഒരു അനുഗ്രഹത്തിൻ്റെ മാതൃക എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. സർവശക്തനായ ദൈവ, സ്തോത്രം, അതിന് അടിസ്ഥാനമായി വിശ്വാസം, വെളിച്ചം, ജ്ഞാനവും പരിജ്ഞാനവും, പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാവിലെ നമ്മളെ പഠിപ്പിച്ചു. ഇന്ന് രാവിലെ, സ്തോത്രം, ഞാൻ പറയട്ടെ, ഈ സത്യവും വെളിപ്പാടും റിലേറ്റഡാ. ദൈവവചനത്തിൻ്റെ സത്യങ്ങളാണ് കർത്താവ് എൻ്റെ നിങ്ങളുടെ കൈ തന്നിരിക്കുന്ന ദൈവ പുസ്തകത്തിൽ, വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ, സ്തോത്രം, ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതിനൊരു വെളിപ്പാട് ആവശ്യമാണ്. വി ഹാവ് ടു ഹാവ് എ റെവലേഷൻ ഫ്രം ഗാഡ്. സ്തോത്രം. ഇന്ന് പോയി കാലം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു മാതൃകയായി മാറട്ടെ. എത്ര പേര് പ്രാർത്ഥിക്കുന്നു? ലെറ്റ് മീ ബിക്കം എ സിസ്റ്റം ഓഫ് ബ്ലെസ്സിങ്. ഒരു മിനിറ്റ് എന്നോട് ഒന്ന് നോക്കിക്കാട്ടെ. ഞാൻ ചോദിക്കുക, അബ്രഹാം എന്നെപ്പോലെ നിങ്ങളെപ്പോലും വ്യക്തികളല്ലായിരുന്നോ? ആയിരുന്നോ? സ്തോത്രം. അല്ലേ? പ്രൈസ് ദി ലോർഡ്. ആ അബ്രഹാമിനെ ഒരു സിസ്റ്റമാക്കി മാറ്റിയ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ അബ്രഹാമിനെ ഒരു സിസ്റ്റമാക്കി മാറ്റിയ ദൈവം. സ്തോത്രം. ഇനി നിങ്ങളുടെ പേര് പറഞ്ഞാട്ടെ. നിങ്ങളെ ഒരു സിസ്റ്റം ആക്കി മാറ്റാൻ അവൻ സമർത്ഥനല്ലേ? അവൻ സമർത്ഥനല്ലേ? കാരണം തിരുവചനത്തിൽ പഠിക്കുന്നു, അവൻ അബ്രഹാമും ദാവീദും ഇന്നിവിടെ ഉണ്ടായിരുന്ന ഓരോ വ്യക്തികളും ഒരുപോലെയുള്ളൂ. അവനെ ചെറുതും വലുതും അവനില്ല, വെളുത്തെന്നും കറുത്തെന്നും അവനില്ല. ഇറസ്പെക്റ്റീവ് ഓഫ് ഹൂ യു ആർ, അവൻ അനുഗ്രഹിക്കുവാൻ വിശ്വസനായ ദൈവമാണ്. സ്തോത്രം. എന്നാൽ ഈ ചില അടിസ്ഥാനങ്ങൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഹി ക്യാൻ മേക്ക് മീ എ സിസ്റ്റം. എന്നെ ഒരു മാതൃകയാക്കി മാറ്റും, എന്നെ ഒരു രീതിയാക്കി മാറ്റും, എന്നെ ജീവിതത്തിൻ്റെ സ്തോത്രം ജീവിക്കുവാനുള്ള ഒരു 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 ലൈഫ് സ്റ്റൈലാക്കി മാറ്റാൻ ശക്തനാണ് എന്ന് എത്ര പേര് വിശ്വസിക്കുന്നു?
കാലം സ്തോത്രം. ഇന്ന് ഈ ഒരു ആഗ്രഹത്തോടെ എത്ര പേര് പ്രാർത്ഥിക്കുന്നു? ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. എബ്രഹാം, ഇസാക്ക്, യാക്കോബിൻ്റെ ദൈവം എന്ന് പറയുന്ന പോലെ എൻ്റെ വല്യപ്പച്ചനും എൻ്റെ അപ്പനും എൻ്റെ പേരും ചേർത്ത് എൻ്റെ തലമുറ ആ ദൈവത്തെ സ്തുതിക്കണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? ആ കരങ്ങൾ ഉയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എൻ്റെ അപ്പൻ്റെ വിശ്വാസം എനിക്ക് തരണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നു? എൻ്റെ അമ്മയുടെ വിശ്വാസം എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. സൂരജ് ബ്രദർ, പ്ലീസ് കം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഒരു 5 മിനിറ്റ് എടുത്താട്ടെ. 5 മിനിറ്റ് എടുത്ത് നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ നേൽപ്പിച്ച് അടുത്ത ചില ആഴ്ചകളിൽ സംഭവിക്കാനുള്ളതിൻ്റെ ഒരു ഫൗണ്ടേഷണൽ ഒരുക്കം, ഒരു വലിയ വീട് കെട്ടും മുമ്പ് ആമേൻ സ്തോത്രം, നമ്മൾ വാനം എങ്ങനെ കുഴിച്ചെടുക്കുന്നുവോ ആ വാനത്തിലുള്ള കല്ല്, വേണ്ടാത്ത കാര്യങ്ങൾ, വേരൊക്കെ നമ്മൾ എടുത്ത് മാറ്റുന്ന പോലെ ഒരു പ്രിപ്പറേഷൻ ടൈമായി ഇന്ന് രാവിലെ ഇവിടെ ഒന്ന് ക്രമീകരിച്ചു കഴിഞ്ഞാൽ സ്തോത്രം, ഞാൻ പറയുന്നു നസനായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ സ്തോത്രം, വലിയ ഒരു റിവൈവലിൻ്റെ ആരംഭം, വലിയൊരു ഉണർവിൻ്റെ ആരംഭം. സ്തോത്രം. സഭയെപ്പറ്റി ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളുണ്ടല്ലോ, ആമീൻ, പ്രോമിസസ് ഉണ്ടല്ലോ. എന്നെപ്പറ്റി നിങ്ങളെപ്പറ്റി ദൈവം തന്നിരിക്കുന്ന ചില സ്വപ്നങ്ങളുണ്ടല്ലോ. സ്തോത്രം. ആ സ്വപ്നങ്ങൾ ഇന്ന് കാലം സ്തോത്രം അതിൻ്റെ ഫൗണ്ടേഷനാണ് ഞാൻ നിങ്ങളിവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. വിശ്വസിക്കുന്നത് മാത്രം അല്പനിമിഷങ്ങൾ പ്രാർത്ഥിച്ചോണം. മറ്റൊരു ചിന്തയ്ക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ ഭാരത്തിന് വേണ്ടിയല്ല, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശമ്പളത്തിന് വേണ്ടിയല്ല, ആമീൻ സ്തോത്രം, കിട്ടാൻ പോകുന്ന ആമീൻ പ്രൊമോഷന് വേണ്ടിയല്ല, ബോണസിന് വേണ്ടിയല്ല, ആമീൻ സ്തോത്രം, കൊടുക്കാനുള്ള കടത്തെ പറ്റിയല്ല ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഈ നിമിഷം സ്തോത്രം നിങ്ങൾ ചിന്തിക്കേണ്ടത്, കർത്താവേ ആമീൻ സ്തോത്രം, ഞാനൊരു മാതൃകയായി മാറാൻ, ഞാനൊരു രീതിയായി മാറാൻ, ഞാനൊരു സ്വഭാവമായി മാറാൻ എങ്ങനെ അബ്രഹാമിനെ ദൈവം ഉപയോഗിച്ചോ അതുപോലെ എന്നെ ഉപയോഗിക്കുവാൻ സ്തോത്രം എൻ്റെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം ഇന്ന് കാലം ഞാൻ എവിടാണ് ക്രമീകരിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്? ലോർഡ്, ഐ വാണ്ട് ടു പ്രിപ്പയർ മൈസെൽഫ് ഫോർ ദ ഗ്രേറ്റ് ബ്ലെസ്സിംഗ് ദാറ്റ് യു ആർ ഗോയിങ് ടു സെൻഡ് ടു മീ. താങ്ക് യു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വിശ്വാസത്താൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ടൈം നമ്മളെ കർത്താവ് വരും ദിവസങ്ങളിൽ പണിയുവാനായിട്ട് ആഗ്രഹിക്കുന്നതിൻ്റെ ആ ഒരു ഫൗണ്ടേഷൻ ഇടുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുവനെ ഉറക്കത്തിൽ നിന്ന് തട്ടി എണ്ണീറ്റിട്ട് ദൈവം പണിയുന്നില്ല നമ്മൾ കേട്ടു. ബട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം തീർച്ചയായിട്ടും നമ്മളെ പണിയുന്ന ദിവസങ്ങളാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ ഹല്ലേലൂയ, ആ ഒരു ആഗ്രഹത്തിനായി തന്നെ പ്രാർത്ഥിക്കാം. യേശുവേ കർത്താവേ ഹല്ലേലൂയ, ആ ജാതികളിലേക്ക് എബ്രഹാമിൻ്റെ അനുഗ്രഹം പകരപ്പെട്ടുവെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് സഭയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയോട് ദൈവം നമ്മളെ ചേർത്തു പണിയുന്നെങ്കിൽ ഹല്ലേലൂയ ദൈവമേ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ക്രിസ്തു എന്ന തലയുടെ നിറവാകുന്ന ആ ശരീരമാകുന്ന സഭയിൽ കൂടി അല്ലാതെ ദൈവം ഈ നൂറ്റാണ്ടിൽ ദൈവം ഒരിക്കലും ഒന്നും പണിതിട്ടില്ല എങ്കിൽ ഇന്നും കർത്താവ് സഭയിൽ കൂടി അല്ലാതെ ഒന്നും പണിയുന്നില്ല എന്നുള്ള സത്യം ദൈവം നമ്മളെ കേൾപ്പിച്ചു. ഹല്ലേലൂയ. ഓ ഹരദാസി ഹരപ്പമനദ. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന മറ്റൊന്നിനുമല്ല, കർത്താവ് ആ ഒരു ഫൗണ്ടേഷൻ ചില ഹൃദയങ്ങളിലേക്ക് ലേ ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചില ഹൃദയങ്ങളിൽ ആഗ്രഹമുളവായി വരട്ടെ. പരിശുദ്ധാത്മാവ് ഓ സഭ പണിയുവാനായിട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പാതാള ഗോപുരങ്ങൾ ഓ ഹല്ലേലൂയ തകർത്ത് കളയുവാൻ കഴിയാത്ത സഭയെ പണിയണമെങ്കിൽ എന്നെ നിങ്ങളെയും കർത്താവിന് ആവശ്യമെന്നാണ് നമ്മൾ ഇന്ന് കേട്ടത്. ഒരു കരച്ചിലുണ്ടാകട്ടെ കർത്താവെ, ഈ നൂറ്റാണ്ടിൽ ഈ കാലയളവിൽ കർത്താവ് എന്നെ ആക്കിയിരിക്കുന്ന സമയത്ത് എന്നെ കർത്താവെ അവിടുത്തെ സഭ പണിയുവാനായിട്ട് ഹല്ലേലൂയ
ഓ ഹല്ലേലൂയ. എന്നെ കാണിപ്പാനല്ല, മറിച്ച് സഭയെ പണിയണമെങ്കിൽ കർത്താവേ നമ്മൾ കേട്ടു കർത്താവെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. ഹല്ലേലൂയ. ഓ സാത്താന്റെ തീയമ്പുകളെ തകർക്കുവാൻ കഴിയുന്ന വിശ്വാസം ഇന്ന് ഹല്ലേലൂയ ഹൃദയങ്ങളിലേക്ക് നിറഞ്ഞു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നിന്നെ തകർത്ത് കളയുമെന്ന് പറയുന്ന സാത്താന്റെ മുൻപിലെ വിശ്വാസം എന്ന പരിചയായ സഭയെ എണ്ണീക്കുക. ഹല്ലേലൂയ. സാത്താന്റെ ഗോപുരങ്ങളെ തകർത്തിട്ട് നിത്യമായ ദൈവത്തിന്റെ നിത്യമായ സഭയെ പണിയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവേ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ, അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ, അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ. ഓ റൈറ്റ് നൗ ലോർഡ് ജീസസ്, ഒരു ആഗ്രഹമുളവായി വരട്ടെ. ഓ വിശ്വാസത്തിൽ ഹല്ലേലൂയ അത് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു വരട്ടെ കർത്താവേ. അത് ഞങ്ങളുടെ സ്വഭാവമായി മാറട്ടെ. അപ്പോൾ അബ്രഹാമിൽ അതൊരു സിസ്റ്റമായി മാറിയതുപോലെ കർത്താവേ ഈ സഭ കർത്താവെ പണിയുവാനായിട്ട് അവിടെ ഞങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്.